കൃത്യം 9:40 വീർ സവർക്കർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പോർട്ട് ബ്ലെയർ എയർപോർട്ട് എന്നറിയപ്പെടുന്ന ഇവിടെ ഞങ്ങൾ ഇറങ്ങി. 2002 എയർപോർട്ട് വീർ സവർക്കർ ഇൻ്റർനാഷണൽ എയർപോർട്ടാക്കി മാറ്റിയത്. സവർക്കറുടെ ഓർമ്മക്കായി മൂപ്പരുടെ ഒരു പ്രതിമയും ഇവിടെ നാട്ടിയിട്ടുണ്ട്. ചരിത്രം, ശാസ്ത്രം, രാഷ്ട്രീയം, ജീവികൾ, സസ്യങ്ങൾ അങ്ങനെ വ്യത്യസ്ത മേഖലയിൽ പഠിക്കുന്നവർക്കെല്ലാം ഒരുപാട് വിവരങ്ങൾ ആൻഡമാനിന് നൽകാനുണ്ട്. രണ്ടാം ലോക യുദ്ധ സമയത്ത് ബ്രിട്ടീഷുകാരിൽ നിന്ന് ദ്വീപ് പിടിച്ചെടുത്ത് ജപ്പാനാണ് സൈനിക ആവശ്യങ്ങൾക്കായി ഇവിടെ ഒരു എയർപോർട്ടിന് തുടക്കമിട്ടത്. 2023 ആൻഡമാന്റെ ടൂറിസം സാധ്യത കണക്കിലെടുത്ത് എയർപോർട്ട് ഒന്ന് പുതുക്കി കക്കത്തോടിന്റെ രൂപത്തിലാക്കിയിട്ടുണ്ട്. ചായ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് പുറത്തിറങ്ങി ആദ്യം ഒരു ചായ കുടിച്ചു. ഒരു കേരള സ്റ്റൈൽ ചായ. ഇയാളാണ് നമ്മളെ മീഡിയ വണ്ടെ ഒഫീഷ്യൽ ടൂർ ഓപ്പറേറ്റർ ആയിട്ടുള്ള അമേസിംഗ് ആൻഡമാന്റെ ആദ്യം ഹോട്ടലിലേക്കാണ് ലഗേജൊക്കെ വെച്ച് സെറ്റാക്കി ചെറുതായി റെസ്റ്റ് എടുത്ത് ലഞ്ച് കഴിഞ്ഞാണ് ഇന്നത്തെ കാഴ്ചകളിലേക്ക് തിരിക്കുന്നത്. വന്നിറങ്ങിയ സമയത്ത് മഴയുണ്ടായില്ല എങ്കിലും റോട്ടിലൊക്കെ നല്ല മഴ പെയ്ത് തോർന്ന അടയാളങ്ങൾ കാണാനുണ്ട്. കേന്ദ്രഭരണ പ്രദേശമായതുകൊണ്ടും കരഭാഗം കുറച്ചേ ഉള്ളതുകൊണ്ടും ഒരുപാട് സർക്കാർ സ്ഥാപനങ്ങൾ റോഡ് സൈഡിൽ തന്നെ കാണാനുണ്ട്. നമ്മൾ ആദ്യം പോകുന്നത് ശ്രീ വിജയപുരത്തുള്ള, അതായത് പഴയ പോർട്ട് ബ്ലെയറിലുള്ള ആന്ത്രോപോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മ്യൂസിയത്തിലേക്കാണ്. BJP സർക്കാരിൻ്റെ പേരുമാറ്റ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ആൻഡമാനിൽ ഒരുപാട് സ്ഥലങ്ങളുടെ പേര് മാറിയിട്ടുണ്ട്. ലോകത്തിൽ തന്നെ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ മനുഷ്യവംശത്തെയും ഗോത്രവർഗ്ഗങ്ങളെയും കുറിച്ച് പഠിക്കാൻ മാത്രമായി തുടങ്ങിയ ഒരേ ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ ആന്ത്രോപോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. 1951 വെറും ഒരു ചെറിയ ഓഫീസായി ചരിത്രപ്രസിദ്ധമായ സെല്ലുലാർ ജയിലിലാണ് ഇത് പ്രവർത്തനം തുടങ്ങിയത്. ആൻഡമാനിൽ പോകുന്നവർ ആദ്യം സന്ദർശിക്കേണ്ടത് ഇതാണ്. ഇവിടെ ബീച്ചും ജയിലുമൊക്കെയായി ഒരുപാട് കാണാനുണ്ടെങ്കിലും ഈ നാടിൻ്റെ യഥാർത്ഥ അവകാശികളെക്കുറിച്ച് അറിയാതെ ഈ യാത്ര പൂർണ്ണമായില്ല. ഈ കാണുന്ന മ്യൂസിയത്തിനകത്തേക്ക് അറിയാൽ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള മനുഷ്യ ചരിത്രത്തിലേക്കാണ് നമ്മൾ നടന്നു കയറുന്നത്. പുറം ലോകവുമായി ഇന്നും ബന്ധപ്പെടാത്ത സെന്റിനലീസ് ഗോത്രക്കാർ മുതൽ ജരാവമാരുടെ വരെ ജീവിത രീതികൾ ഇവിടെ നേരിട്ട് കാണാം. ലോകത്തിൽ ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും പഴയ മനുഷ്യവർഗ്ഗങ്ങളിൽപ്പെട്ടവരായ ജരാവാസ്, സെന്റിനലീസ്, ഓങ്കെ, ഗ്രേറ്റ് ആൻഡമാനീസ്, ഷോംപെൻ, നിക്കോബാരീസ് എന്നീ 6 പൗരാണിക ഗോത്രങ്ങൾ അവരുടെ ജീവിത രീതിയാണ് ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത്. വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി ഇവിടെ സ്ട്രിക്റ്റ്ലി പ്രോഹിബിറ്റഡ് ആണ്. അതുകൊണ്ട് ഇവിടെ നേരിട്ട് പോയി തന്നെ കാണണം. ഇനി നമ്മൾ പോകുന്നത് ചരിത്രപ്രസിദ്ധമായ സെല്ലുലാർ ജയിലിലേക്കാണ്. അവിടെ പോകുന്നതിന് മുമ്പ് പഴയ കാലാപാനി സിനിമ ഒന്നുകൂടെ കാണുന്നത് നല്ലതാണ്. അപ്പോൾ ആ സിനിമ കണ്ട് ഉടനെ വരാം. അതിനു മുമ്പ് ഇതുവരെയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ ഒരുപാട് സന്തോഷം.